മക്കളെ, നമ്മുടെ LD ടൈപ്പിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരില്ല 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 എന്ന് പറഞ്ഞ് പരത്തിയ ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് ഇനി ഈ നോട്ടിഫിക്കേഷനൊന്നും ഇല്ല, നിങ്ങൾ വേറെ പോയി പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് പരത്തിയ ആൾക്കാരുണ്ട്. നിങ്ങൾ ആരുടെയും ഒരു വാക്കിനും ചെവി കൊടുക്കാതിരിക്കുക. ഞാൻ നിങ്ങളോട് അന്നേ പറയുന്ന കാര്യമാണ്, നമ്മൾ സഹകാരി പറയുന്ന കാര്യമാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റിനാണ് നമ്മൾ ആദ്യമായിട്ട് സഹകാരി ഈ ഒരു ബാച്ചിലേക്ക് വരുന്നത്. ആദ്യം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സ്റ്റേറ്റ് വൈഡ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഫസ്റ്റ് റാങ്ക് മേടിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനം ഇവിടെ വന്ന് പഠിച്ച കുട്ടികളുടെ ആത്മാർത്ഥത തന്നെയാണ്. അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള കുട്ടികൾ മാത്രമേ ഇവിടെ ഒന്ന് പഠിക്കാറുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി നമ്മുടെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഈ വരാൻ പോകുന്ന വർഷത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷയിൽ നിന്നും അല്ലേ എത്രത്തോളം പേർക്കാണ് ജോലി കിട്ടാൻ സാധ്യതയുള്ളത്, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ ഇതുവരെ ഉള്ള ആ ഒരു നില, അഡ്വൈസ് നില എല്ലാം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാം. ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏറെക്കുറെ ധാരണ കിട്ടും ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നതിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാണ് തീരുമാനിക്കുക LD ടൈപ്പിസ്റ്റ് ഏത് ജില്ലയിൽ അപേക്ഷിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. എടാ, ഇപ്പോൾ നിലവിൽ 2022 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലേ, അതായത് 725 അവർ 2022 ഇപ്പോൾ ഏകദേശം 1.5 വർഷം 2 വർഷം ആകുന്നേ ഉള്ളൂ കഴിഞ്ഞ നമ്മുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. കാരണം എന്താണ്, 2024 മെയ് അല്ലെങ്കിൽ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് അല്ലേ ഈ മാസങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 25 മെയ് ആയി, അതുപോലെ 26 മെയ് ആകും മാത്രമേ 2 വർഷം തികയുന്നുള്ളൂ. മനസ്സിലായില്ലേ മക്കളെ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മെയ് മാസം ലിസ്റ്റിൽ വന്ന അല്ലെങ്കിൽ മെയ് 31 ശേഷം ലിസ്റ്റ് വന്ന ജില്ലകളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി വേക്കൻസി കുറയാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1988 മെയ് 15 15/5/1982. ഞാൻ ജനിച്ച ആക്ച്വലി നവംബർ 1987 ഞാൻ ജനിച്ചത്, നവംബർ 27. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ആ സമയത്ത് ഈ ടീച്ചേഴ്സിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ജൂൺ 1 ഒരു വയസ്സ് കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളെ മെയ്യിലോ ജൂണിലോ ഇട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മളെ ജോയിൻ ചെയ്യിക്കും. മിക്കവാറും മെയ് മാസത്തിലൂടെ ജോയിൻ ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടയർമെൻറ്റ് വരാറുള്ളത്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്ന സമയം നമുക്ക് മെയ് 30 ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന 2026 മെയ്യിൽ വരാൻ പോകുന്ന ആ ബൾക്ക് റിട്ടയർമെൻറ്റും കൂടെ ആർക്ക് പോകും, ഈ ലിസ്റ്റിൽ പോകും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ. ഇല്ലെന്ന് ഞാൻ കരുതുന്നത്. മിക്കവാറും എല്ലാം മെയ് 30 മുന്നോടിയായിട്ടുള്ള ഡേറ്റുകളിലാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 വർഷം ആകുമ്പോഴത്തേക്കും ലിസ്റ്റ് തീരും എന്നാണ്. ഞാൻ 26 തീരും എന്നല്ല പറഞ്ഞത്, 27 കാര്യം പറഞ്ഞത്. നമുക്കിപ്പോൾ 27 മെയ് ആ സമയം ആകുമ്പോഴത്തേക്ക് മാത്രമാണ് ലിസ്റ്റ് വരത്തുള്ളൂ. അടുത്ത വർഷം പരീക്ഷ, അതിൻ്റെ അടുത്ത വർഷം ലിസ്റ്റ് വരും. അങ്ങനെ ആയിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ചില പരീക്ഷ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പരീക്ഷ തീയതി എന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റിസിപ്പേറ്ററി കലണ്ടർ ഉടൻ തന്നെ വരും കേട്ടോ. ആൻറ്റിസിപ്പേറ്ററി കലണ്ടർ 30 വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ എല്ലാം പിന്നെ അറിയാൻ പറ്റത്തുള്ളൂ. നോക്കൂ, എന്തോരം വലിയ അവസരം കിടക്കുക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മക്കളെ. എടാ, ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 മെയ് മാസത്തിൽ തന്നെയായിരുന്നു. കട്ട് ഓഫ് മാർക്ക് വന്നത് 63.33 മാർക്കാണ്. 63. അതേസമയം ഫസ്റ്റ് റാങ്ക് വന്നത് എനിക്ക് 73 അറ്റ മാർക്കാണ് ഫസ്റ്റ് റാങ്ക് വന്നത്. അപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ്. തിരുവനന്തപുരത്ത് അത്രയും നല്ല മത്സരം നടന്നു. കാര്യം 2000-ലധികം ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, അതാണ് പ്രത്യേകത. അപ്പോൾ നോക്കാം, മെയിൻ ലിസ്റ്റിൽ 224 പേരെ ഉൾപ്പെടുത്തി നിലവിലെ 112 പേരുടെ അഡ്വൈസാണ് പോയിട്ടുള്ളത്. എത്ര? 112 പേരുടെ അഡ്വൈസ്. ഏകദേശം ലിസ്റ്റ് പകുതിയായി പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ലിസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ കിട്ടാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. ഒരു 200 അടുപ്പിച്ചൊക്കെ ഉള്ള ആൾക്കാർ തീർന്നു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയോ. ഇനി കൊല്ലം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നോക്കാം, 55.33 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നത്. അവിടെ എത്ര? നിലവിൽ 50 പേരാണ് അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. മൊത്തം മെയിൻ ലിസ്റ്റിൽ 122 പേരുടെ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം പകുതിയായി നിൽക്കുന്നു. ഇനി നോക്കാം, പത്തനംതിട്ട എടുക്കുമ്പോഴത്തേക്കും 56.67 കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 100 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കാം, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം അഡ്വൈസ് പോയത് അല്ലേ, 100 പേരുണ്ടായിരുന്നുള്ളൂ. അവിടെ 42 പേരെയാണ് അഡ്വൈസ് ചെയ്തത് ഇതുവരെ. അതുപോലെ അടുത്ത ആലപ്പുഴ എടുക്കുമ്പോഴത്തേക്കും കട്ട് ഓഫ് 53 മെയിൻ ലിസ്റ്റിൽ എത്ര? 99 പേരാണ് ഉൾപ്പെടുത്തിയത്. അവിടെ 45 വരെ അഡ്വൈസ് പോയി നിൽക്കുന്നു. കോട്ടയം എടുക്കുമ്പോഴത്തേക്ക് 56 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നത്. മെയിൻ ലിസ്റ്റിൽ എത്ര? 119 ഉൾപ്പെടുത്തി 51 പേരെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇടുക്കി എടുക്കുമ്പോഴത്തേക്കും 57.33, മെയിൻ ലിസ്റ്റ് 113, 56. അതുപോലെ എറണാകുളം 90 പേരെ അഡ്വൈസ് ചെയ്തു മക്കളെ. 90 പേരെ എറണാകുളം അഡ്വൈസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം ആപ്ലിക്കൻസും കൂടുതലായിരുന്നു, ശ്രദ്ധിക്കൂ. അപ്പോൾ 60 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് മാർക്ക്. ട്രിവാൻഡ്രത്തേക്കാളും 3 കുറവ്. അതിനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അല്ലേ. അതുപോലെ എന്താണ് 166 പേരെ അവിടെ എന്ത് ചെയ്തു? മെയിൻ ലിസ്റ്റിൽ പ്ലേസ് ചെയ്തു. അതുകൊണ്ടാണ് എല്ലാത്തിനും പകുതി ആയിട്ടില്ലേ. നോക്ക് നിങ്ങൾ, അതിൻ്റെ കറക്റ്റ് 162 പകുതി ആയില്ലേ? 90 ഏകദേശം അത് കൂടുതലായില്ലേ.
130ൻ്റെ പകുതിയല്ലേ 57 എന്ന് പറയുമ്പോഴത്തേക്കല്ലേ ഏകദേശം അങ്ങനെയല്ലേ കറക്റ്റായി നിൽക്കുകയാണ്. അതുപോലെ തൃശ്ശൂർ എടുക്കുമ്പോഴത്തേക്ക് 56.67, അവിടെ എത്ര 57 പേര് അഡ്വൈസ് ചെയ്ത് 130 പേര് റാങ്ക് ലിസ്റ്റിൽ. പാലക്കാട് 54.33, 116 പേര് മെയിൻ ലിസ്റ്റിൽ, 47 പേര് അഡ്വൈസ് ചെയ്തു. മലപ്പുറം 123 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ, അവിടെ എത്ര 49 പേര് അഡ്വൈസ് ചെയ്തു. കോഴിക്കോട് 137 പേരുണ്ട്, അവിടെ നിലവിൽ 58 പേര് അഡ്വൈസ് ചെയ്തു. അതുപോലെ വയനാട് എടുക്കുമ്പോഴത്തേക്ക് എത്ര 53.67 കട്ട് ഓഫ്, 81 പേരെ മാത്രമേ വയനാട് മെയിൻ ലിസ്റ്റിലുള്ളൂ, അവിടെ 26 പേരെ അഡ്വൈസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ നോർമൽ കണക്ക് പോലെ ഏകദേശം പകുതി എത്താത്ത ഒരേ ഒരു ജില്ല വയനാടാണ്. അതുപോലെ കണ്ണൂർ എടുക്കുമ്പോഴത്തേക്ക് എത്ര 113 പേര് മെയിൻ ലിസ്റ്റിൽ, 52 പേര് അഡ്വൈസ് ചെയ്തു. കാസർഗോഡ് എടുക്കുമ്പോഴത്തേക്കും 64 പേര് മാത്രമേ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ, അവിടെയും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അവിടെ കട്ട് ഓഫ് കണ്ണൂരിനും വയനാട് എത്ര 53, ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വയനാട് കേട്ടോ, ഏറ്റവും കൂടുതൽ വയനാട് വന്നേക്കുന്നത് അല്ല, വയനാടാണ് വന്നേക്കുന്നത്. ആലപ്പുഴ 53 കട്ട് ഓഫ്, ആലപ്പുഴക്കാർക്ക് ഭയങ്കര ചാൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക ഏത് ജില്ലയെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ. നിലവിൽ 760 പേരെ ഇതുവരെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞു. എടാ നിങ്ങൾ മനസ്സിലാക്കിയോ എത്ര പേരാ മൊത്തം ആപ്ലിക്കൻസ് ഉള്ളത്? ഒരു 10,000 പേര് കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടാടി ഇവിടെ ഇല്ല. നോക്കാം, ഈ 760 ഇപ്പോൾ ഏകദേശം ഒരു 10-600 പേരെ കൂടെ അഡ്വൈസ് ചെയ്യും അല്ലേ? അപ്പോൾ എത്രടാ 600 പേരും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 1360 അല്ലെങ്കിൽ 1400 പേർക്ക് അഡ്വൈസ് കിട്ടുന്നോ? കിഡിലോസ്കി ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ, ഏറ്റവും കുറച്ച് മാത്രം പഠിച്ചുകൊണ്ട് ജോലി മേടിക്കാൻ പറ്റുന്ന ഒരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ. എന്താ? LD ടൈപ്പിസ്റ്റ്. സംശയം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആടി കമൻറ്റ് ചെയ്യണം. കൃത്യമായിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സഹകാരി കോച്ചിങ് തുടങ്ങിയിട്ട് വർഷം കുറേയായി. അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറച്ച് മാത്രം പഠിച്ചുകൊണ്ട് ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു പോസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നോക്കണേ കാരണം എന്താണ്? മറ്റൊരു കാര്യങ്ങളുണ്ട്. ഏകദേശം ട്രിവാൻഡ്രത്ത് മാത്രം 2000 ആപ്ലിക്കൻസ് വന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ 700, 800, അതുപോലെ അത്ര 600, അതിൽ താഴെ ആപ്ലിക്കൻസ് വന്ന ആൾക്കാരും ഉണ്ട് അല്ലേ? അപ്പോൾ ആപ്ലിക്കൻസിൻ്റെ ഏകദേശം എത്ര 20% പേര് എവിടെ വരികയാണ്? റാങ്ക് ലിസ്റ്റ് വരികയാണ്. മനസ്സിലായ? 20% റാങ്ക് ലിസ്റ്റ് വരികയാണ്. അപ്പോൾ അതിൽ വരുന്ന ഏകദേശം എല്ലാവരും തീർന്നു പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ജോലി മേടിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരും പൊട്ടന്മാരും പൊട്ടികളുമാണ്. നിങ്ങൾ ഇനി അത് ആവർത്തിക്കരുത്. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബിഗിനിങ് ടു എൻഡ് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ്. നിങ്ങൾ വേറെ എങ്ങും പുറത്തു പോകണ്ട, വേറെ എങ്ങും അന്വേഷിക്കേണ്ട. മറ്റൊരു നിങ്ങൾ തോപ്പിച്ചോണ്ടല്ല, നിങ്ങൾ തോറ്റു കൊടുത്തുകൊണ്ടാണ് തന്നെ. നമ്മുടെ ഉള്ളിൽ തന്നെ കാരണം കിടക്കുന്നേ, നമ്മുടെ ഉള്ളിലാണ് കിടക്കുന്നത്. ആ കാരണത്തെ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. ആ കാരണത്തിനെ ഫൈറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ തയ്യാറാവണം. നമ്മുടെ ഈ ലോകം എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതി ഒപ്പിട്ട് 2026 കഴിയുമ്പോഴത്തേക്കും സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടുള്ള മത്സരം കുമിഞ്ഞുകൂടും. ഭയങ്കര മത്സരമായി. കാര്യം എന്താ? AI ഒക്കെ പോലുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും. പല മേഖലകളും ആകർഷകമല്ലാതായിട്ട് മാറും. നമ്മുടെ ജെൻസി കുട്ടികളെല്ലാം ഇതിന് വേണ്ടിയിട്ട് സർക്കാർ ജോലിക്ക് വേണ്ടി വരും. അപ്പോൾ എന്താണ്? സർക്കാർ ജീവനക്കാർ ഇത് ബാധിക്കുമോ? അവരെയും ബാധിക്കും. എങ്ങനെ? കുറേ കാലം കഴിയും പോസ്റ്റിൻ്റെ എണ്ണം കുറയും. പോസ്റ്റിൻ്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാത്രമേ ബാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരിക്കൽ നിങ്ങൾ അഡ്വൈസ് മെമ്മോ മേടിച്ചു കഴിഞ്ഞാൽ 56 ഇപ്പോൾ 60 വയസ്സ് വരെ നിങ്ങളുടെ ലൈഫ് സെക്യൂർഡാണ്. അതായത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ശമ്പളം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കുറഞ്ഞ ശമ്പളം സർക്കാർ ജോലി വാങ്ങുന്നത് ആദ്യത്തെ മാസം മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻക്രിമെൻറ്റേ ഉള്ളൂ, താഴോട്ട് പോകുന്ന പരിപാടി ഇല്ല. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രത്യേകിച്ച് KGT ഡിപ്ലോമ ഉള്ള കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. പഠിക്കുക. ഇത്രയാണ് വാങ്ങണത്, വാങ്ങിച്ചിരിക്കണം. വാങ്ങാൻ നിങ്ങൾ നോക്കടേ, എത്ര ആപ്ലിക്കൻസ്, എത്ര പേര് ലിസ്റ്റിൽ, എത്ര പേര് അഡ്വൈസ്, ഇത്രയും ഉള്ളത് വേറെ ഏതെങ്കിലും ഉണ്ടാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. LD ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷത്തോളം ആൾക്കാരാണ് തിരുവനന്തപുരത്ത് മാത്രം കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിന്നാണ് ഏകദേശം 1500 പേർക്ക് അഡ്വൈസ് പോകുന്നത്. അതും വളരെ കൂടുതൽ. ഇപ്പോൾ അത്രയും പോകുന്നില്ല. അപേക്ഷകരുടെ ഏകദേശം 1% പോലും കിട്ടുന്നില്ല. ഇവിടെ എത്ര ശതമാനം നോക്ക് നിങ്ങൾ നോക്കടേ, എത്ര ശതമാനം അപേക്ഷകരുടെ എത്ര ശതമാനത്തിനാണ് കിട്ടുന്നത് നോക്കുക. ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ മേടിച്ചെടുക്കും. നിങ്ങൾ അത് കൃത്യമായിട്ട് മേടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് സെഷൻ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലത്തിനെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് നമുക്ക് ആവശ്യം. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ തട്ടി നിൽക്കുക മക്കളെ, ഒരുപാട് സ്ഥലങ്ങൾ തട്ടി നമ്മൾ പറ്റാതെ നിൽക്കണം. അവിടെ നിന്നിട്ട് കാര്യമില്ല, മൂവ് ഓൺ ചെയ്യണം. മനസ്സിലായോ? അതിനകത്ത് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഗൂഗിൾ മീറ്റ് ഡിസ്കസ് ചെയ്യാം. ഉറപ്പായിട്ടും ഗൂഗിൾ മീറ്റ് പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ LD ടൈപ്പിസ്റ്റ് കോളുകൾ വാട്സാപ്പ് ചെയ്യാൻ നമുക്ക് നേരിട്ട് കാണാം. താങ്ക്